ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. SIT രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് മൊഴി നൽകണമെന്ന് നിർദ്ദേശിച്ചു. ബുധനാഴ്ച മൊഴി നൽകുമെന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേശന് കത്ത് നൽകിയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടതെന്നും കത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നു. ശബരിമല കേസിൽ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെടുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ കൂടി അന്വേഷണം നടക്കാൻ പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നമ്മൾ കണ്ട സ്വർണ്ണപ്പാളികളിലെ കള്ളക്കടത്തും അതോടൊപ്പം തന്നെ തൂക്കവ്യത്യാസത്തിനും പുറമെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നൊരു രീതിയിലേക്കുള്ള ഒരു അന്വേഷണവും നിലവിൽ വരുന്നു. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഈ കാര്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആ വഴിക്കും അന്വേഷണങ്ങൾ കടക്കുകയാണ്. സ്വർണ്ണ കവർച്ചയുടെ ബാക്കി ഒരു വശം എന്നൊരു രീതിയിൽ ഈ രീതിയിലും സാധ്യതകളുണ്ട് എന്ന് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ എന്തായാലും ഉയർന്നു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ മൊഴി ഇപ്പോൾ എന്തായാലും SIT അധികം താമസിക്കാതെ തന്നെ രേഖപ്പെടുത്തും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയെ SIT ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച മൊഴി നൽകുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിശ്വസ്തനായ ഒരു വ്യക്തിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു വിവരം ലഭിച്ചത്. ശബരിമലയിൽ തന്നെയുള്ള ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വിവരം ലഭിച്ചത് എന്നതുകൂടി മനസ്സിലാക്കുന്നുണ്ട്. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേശന് കത്ത് നൽകിയിരുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർ എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അവർക്ക് ബന്ധമുണ്ടതായി സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വഴി ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വഴിക്ക് കൂടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം SITക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ ഈ വരുന്ന ബുധനാഴ്ച തന്നെ എന്തായാലും രമേശ് ചെന്നിത്തല മൊഴി നൽകും എന്നൊരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്.